എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം ദശകം 3 ആദ്യ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഈ 3-ാമത്തെ ദശകത്തോടുകൂടി പ്രഥമ സ്കന്ധം സമാപിക്കും. 3-ാമത്തെ ദശകം ഭക്തി പ്രാർത്ഥന എന്നാണ് അറിയപ്പെടുന്നത്. ഇത് രചിച്ചിരിക്കുന്നത് ശിഖരിണി വൃത്തത്തിലാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. വിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. പഠന്തോ നാമാനി പ്രമദഭരസിന്ധൗ നിപതിതാ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാ ചരന്തോ യേ ഭക്താസ്ത്വയി ഖലു രമന്തേ പരമമൂനഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കണം. പഠന്തോ നാമാനി, ഭഗവത് നാമങ്ങൾ പഠിച്ചുകൊണ്ട്, പ്രമദഭരസിന്ധൗ, പരമാനന്ദ സാഗരത്തിൽ മുഴുകിയവരായി, നിപതിത, പതിച്ചവരും, സ്മരന്തോ രൂപം തേ, അങ്ങയുടെ രൂപത്തെ സ്മരിക്കുന്നവരും, വരദ, ഭക്തരുടെ ഇഷ്ടങ്ങൾ നൽകുന്ന ഗുരുവായൂരപ്പ, കഥയന്തോ ഗുണകഥ, അങ്ങയുടെ കഥകളും ഗുണങ്ങളും പറഞ്ഞുകൊണ്ടും, ചരന്തോ യേ ഭക്ത, അങ്ങയുടെ ഭക്തിയിൽ മുഴുകി സഞ്ചരിക്കുന്നതും, ത്വയി ഖലു രമന്തേ, അങ്ങയിൽ തന്നെ രമിച്ചിരുന്നിട്ട്, പരമമൂനഹം, അമൂൻ പരം അഹം, അവരെ മാത്രമേ ഞാൻ ധന്യാൻ മന്യേ, ധന്യന്മാരായി വിചാരിക്കുന്നുള്ളൂ, സമധിഗത സർവാഭിലഷിതാൻ, എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച ഭാഗ്യവാന്മാർ. ഇനി ഈ അർത്ഥമെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലണം. അതായത്, ഭട്ടേരിപ്പാട് തനിക്ക് ഭക്തിയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് 2-ാമത്തെ ദശകം അവസാനിപ്പിച്ചത്. അതായത്, ഞാൻ പറഞ്ഞില്ലേ, ഭാഗവതം അവസാനിപ്പിക്കുമ്പോൾ ഇന്നുണ്ടായതിനേക്കാൾ ഭക്തി നാളെ ഉണ്ടാകണമേ, നാളെ ഉള്ളതിനേക്കാൾ ഭക്തി അടുത്ത ആഴ്ച ഉണ്ടാവണം, അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഭവേ ഭവേ യഥാഭക്തി എന്ന്. ഇവിടെ പറയാണ്, ഗുരുവായൂരപ്പൻ്റെ കാരുണ്യമുണ്ടായാൽ മാത്രമേ ഭക്തി നിലനിർത്താനും അത് വർദ്ധിപ്പിക്കാനും കഴിയൂ എന്ന്. അതാണ് ഈ ദശകത്തിലൂടെ പറയുന്നത്. ഈ ആദ്യത്തെ ശ്ലോകത്തിൽ യഥാർത്ഥ ഭക്തന്മാരുടെ സ്വഭാവം എന്തായിരിക്കും എന്ന് വ്യക്തമായി പറയാണ് ഭട്ടേരിപ്പാട്. ഭക്തരുടെ ഇഷ്ടങ്ങളെല്ലാം നൽകുന്ന ഗുരുവായൂരപ്പ, അങ്ങയുടെ നാമങ്ങളെ പ്രകീർത്തിക്കുന്നവരും, അങ്ങനെ സന്തോഷ സമുദ്രത്തിൽ പതിക്കപ്പെട്ടവരും, അങ്ങയുടെ കോമള വിഗ്രഹത്തെ ഭജിക്കുന്നവരും, ബഹുവിധ ഗുണങ്ങളെ വർണ്ണിച്ചു പറയുന്നവരും, അലഞ്ഞു നടന്ന് അങ്ങയുടെ സ്മരണയൊന്നിനാൽ മാത്രം ആനന്ദിക്കുന്നവരും, തന്മൂലം സർവേച്ഛകളും സാധിച്ചിട്ടുള്ളവരുമായ അങ്ങയുടെ ഭക്തന്മാർ ഭാഗ്യവാന്മാരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത്, ഭഗവത് ഭക്തന്മാരെങ്ങനെയായിരിക്കും? പഠന്തോ നാമാനി, ഭഗവാന്റെ നാമങ്ങളെക്കുറിച്ച് പഠിച്ച് അറിഞ്ഞ് അത് കീർത്തിച്ചു കൊണ്ടേയിരിക്കും. ആ കൂട്ടത്തിലൂടെയോ സ്മരന്തോ രൂപം തേ, അങ്ങയുടെ രൂപത്തെ നാമം ജപിക്കുന്നതോടൊപ്പം അങ്ങനെ സ്മരിച്ചുകൊണ്ടും ഇരിക്കും. അങ്ങനെ ഈ നാമജപവും സ്മരണവും കഴിയുമ്പോഴോ ഭഗവാന്റെ കഥകളെ കുറേ കേട്ട് അവയെ വർണ്ണിച്ചു പറയാൻ തുടങ്ങും. അതിനുശേഷോ ചരന്തോ യേ ഭക്താസ്ത്വയി ഖലു രമന്തേ, അങ്ങയുടെ ഭക്തിയിൽ മുഴുകി
അങ്ങയിൽ തന്നെ രമിച്ചിരുന്ന് അങ്ങനെ സഞ്ചരിക്കും അവർ. അത്തരത്തിൽ ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ധന്യന്മാർ. അതാണ് ഇവിടെ പരമമൂനഹം, അവരെ മാത്രമേ ഞാൻ എങ്ങനെ കണ്ടിട്ടുള്ളൂ, ധന്യാൻ മന്യേ, ധന്യന്മാരായി വിചാരിക്കുന്നുള്ളൂ. അവരുടെ അവസ്ഥ എന്താ? സമധിഗത സർവാഭിലഷിതാൻ, എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച ഭാഗ്യവാന്മാർ അവരാ. എങ്ങനെയുള്ളവർ? എല്ലാ സമയത്തും ഭഗവാന്റെ നാമങ്ങളെ അങ്ങനെ കീർത്തിക്കുക, ഭഗവാന്റെ രൂപത്തെ അങ്ങനെ സ്മരിക്കുക, ഭഗവൽ കഥകൾ അങ്ങനെ കീർത്തിക്കുക, ആ ഭക്തിയിൽ മുഴുകി ലയിച്ച് മനസ്സ് രമിച്ചങ്ങനെ സഞ്ചരിക്കുക. യഥാർത്ഥത്തിൽ അവർ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചവരാ. അതായത് ആനന്ദസ്വരൂപനാണ് ഭഗവാൻ. ആ ചിദാനന്ദം അനുഭവിച്ചുകൊണ്ട് ഭഗവാനിൽ മുഴുകി ജീവിക്കാൻ ഇടവരുക എന്ന് പറഞ്ഞാൽ അതിലപ്പുറം മനുഷ്യജീവിതത്തിൽ നമുക്ക് സാധിക്കാനായിട്ടൊന്നും ഇല്ല. അങ്ങനെയുള്ള ഒരു ഭക്തനാവാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നാ ഭട്ടതിരിപ്പാട് ഇവിടെ പറയണേ. അപ്പോൾ നമ്മൾ എങ്ങനെയുള്ള ഭക്തന്മാരായിരിക്കണം? ഈ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത് പോലെ യഥാർത്ഥ ഭക്തന്മാരായിരിക്കണം. വെറുതെ ഒന്ന് കുളിച്ച് തൊഴുതു അമ്പലത്തിൽ പോയി ഭക്തി തീർന്നു എന്നാ വിചാരം. അതല്ല, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. അതാണ് പഠന്തോ നാമാനി. ഭഗവാൻ 1000 നാമങ്ങളുണ്ടെങ്കിൽ ഓരോ നാമത്തിനും ഓരോ അർത്ഥങ്ങളുണ്ട്. മധുസൂദന എന്ന് വിളിക്കുന്നുണ്ട് കൃഷ്ണനെ അർജുനൻ. മധു എന്ന അസുരനെ കൊന്നതുകൊണ്ടാണ് മധുസൂദനൻ എന്ന പേര് വന്നത്. ദാമോദര എന്ന് വിളിക്കുന്നുണ്ട്. ദാമം വയറ്റിൽ കെട്ടി നടന്നു. ദാമം എന്ന് പറഞ്ഞാൽ കയറ്, ഉരല് കെട്ടിയിട്ട കഥ അറിയാലോ, അതുകൊണ്ടാണ് ദാമോദരനായത്. മുകുന്ദ, മോദം ദദാതി ഇതി മുകുന്ദ, എല്ലാവർക്കും മോദം സന്തോഷം നൽകുന്നത് കൊണ്ടാണ് മുകുന്ദൻ എന്ന പേര് വന്നത്. ഇങ്ങനെ പഠന്തോ നാമാനി, ഭഗവാന്റെ എല്ലാ നാമങ്ങളെക്കുറിച്ചും നമ്മൾ അങ്ങനെ ഇരുന്ന് പഠിക്കുക. അതൊരു ഭക്തൻ്റെ ലക്ഷണം. ഇപ്പോൾ ഇവിടെ തന്നെ നാരായണീയം പഠിക്കണം എന്നൊരാഗ്രഹം തോന്നിയത് ഭക്തിയുള്ളത് കൊണ്ട് മാത്രം. ചില്ലറ കാര്യമൊന്നുമല്ല ഇതിലെ ഓരോ ശ്ലോകങ്ങളും ഓരോ വാക്കുകളും അർത്ഥസഹിതം അല്ലെങ്കിൽ വ്യാഖ്യാന സഹിതം മനസ്സിലാക്കുക എന്ന് പറയുന്നത്. ഇങ്ങനെ ഭഗവാനെക്കുറിച്ച് വിവിധ നാമങ്ങളെക്കുറിച്ചെല്ലാം പഠിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭക്തൻ്റെ മനസ്സ് എങ്ങനെയായിരിക്കും? പരമാനന്ദ സാഗരത്തിൽ മുഴുകിയവരെ പോലെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആനന്ദ സാഗരത്തിൽ പതിച്ചവരെ പോലെ ആയിരിക്കും. ഇതൊരാൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, അനുഭവിച്ച് തന്നെ അറിയണം. ഈ നാരായണീയം പഠിക്കുന്നതിന് മുമ്പും പഠിക്കാൻ തുടങ്ങിയതിനു ശേഷവും നിങ്ങളുടെ മനസ്സിലുള്ള മാറ്റം അത് ഒന്ന് സ്വയം വിശകലനം ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും. മറ്റൊന്ന്, നമ്മൾ എപ്പോഴും ഭഗവാനെ സ്മരിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ, തസ്മാൽ സർവേഷു കാലേഷു മാമനുസ്മര, എല്ലായ്പ്പോഴും നമ്മൾ ഭഗവാനെ ഓർക്കുക, ഭഗവാനോട് അങ്ങനെ ചേർന്ന് നിൽക്കുക. അങ്ങനെയാവുമ്പോൾ നമ്മൾ ഭഗവാൻ തന്നെയായി മാറും. എന്താ വിളിക്കണേ നോക്കൂ, ഹേ വരദ വരദ, ഭക്തന്മാരുടെ എല്ലാ ഇഷ്ടങ്ങളും നൽകുന്ന ഗുരുവായൂരപ്പ. ഇങ്ങനെയുള്ള ഭക്തന്മാരുടെ എപ്പോഴും എനിക്ക് നാമജപം ചെയ്യണം, ഭഗവാനെക്കുറിച്ച് കേൾക്കണം, കഥകൾ പഠിക്കണം എന്നാഗ്രഹിക്കുന്ന ഭക്തന്മാർക്ക് അതിനുള്ള സത്സംഗങ്ങൾ, അവസരങ്ങൾ ഭഗവാൻ നൽകും. അങ്ങനെയാവുമ്പോൾ നമുക്ക് സർവദാ എന്ത് ചെയ്യാം? കഥയന്തോ ഗുണകഥ, ഭഗവാന്റെ ഗുണകഥകൾ നമുക്കങ്ങനെ പറഞ്ഞും കേട്ടും ആ സച്ചിദാനന്ദത്തിൽ അങ്ങനെ ലയിച്ചിരിക്കാൻ കഴിയും. അങ്ങനെ ഭഗവാനിൽ രമിച്ച മനസ്സുമായി ഭക്തിയിലാറാടി അങ്ങനെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയും. ഭഗവത് ഭക്തന്മാർ ഒരു സ്റ്റേജൊക്കെ അങ്ങോട്ട് കഴിഞ്ഞാൽ ഏത് സമയവും ഭഗവാന്റെ കീർത്തനങ്ങൾ അങ്ങനെ ആലപിച്ചു കൊണ്ട് നൃത്തം ചെയ്യുന്ന പറയുക, ആനന്ദലഹരിയിൽ ആറാടിക്കൊണ്ട് നൃത്തം വയ്ക്കും.
അതാണ് ഇവിടെ പറയുന്നത്. ആ ഭക്തിയിൽ രമിച്ച് അതിൽ മുഴുകി സഞ്ചരിക്കുന്ന ഭക്തന്മാരായി മാറാൻ നമുക്ക് കഴിയണം. അതാണ് ഭക്തിയുടെ ലക്ഷണം. അങ്ങനെ സർവം മറന്ന് ഭഗവാനിൽ മാത്രം മനസ്സങ്ങനെ അർപ്പിച്ചുകൊണ്ട് അത് തന്നെ വിചാരിച്ച് ആ സച്ചിദാനന്ദം അങ്ങനെ അനുഭവിക്കുന്നവർ യഥാർത്ഥത്തിൽ ആരാ? ഭാഗ്യവാന്മാരാ. അവർ എല്ലാ ആഗ്രഹവും സാധിച്ചു. എന്താ അങ്ങനെ പറയണേ? ഈ ജീവിതത്തിൽ സാധിക്കാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭക്തി ഉണ്ടാവുക എന്ന് മാത്രം, ഭക്തനാവുക എന്നുള്ളത് മാത്രം. ഭക്തലക്ഷണതു ജിജ്ഞാസ ഏവ. ഭക്തൻ്റെ ലക്ഷണം തന്നെ എന്താ? ഭഗവാൻ എന്താണെന്നറിയാം, ഭഗവാന്റെ കീർത്തനങ്ങൾ അറിയാം, ഭഗവത് കഥകൾ അറിയാം, ഭഗവാന്റെ നാമങ്ങളുടെ അർത്ഥങ്ങൾ അറിയാം. ഈ അറിയാനുള്ള ഒരു ആഗ്രഹം ഉള്ള ആളെ എന്തു പറയാൻ പറ്റൂ? ഭക്തൻ എന്ന് പറയാൻ പറ്റൂ. ഈ ഭക്തി എന്ന ഭാവം പെട്ടെന്നൊന്നും ഉണ്ടാവില്ല. ഒരുപാട് ജന്മത്തെ സുഹൃതം വേണം. എങ്കിലേ നമ്മൾ സത്സംഗങ്ങളിൽ എത്തിപ്പെട്ട് ഒരുപാട് ഈശ്വര കഥകൾ കേട്ട് ഭഗവാനെ സ്മരിച്ചങ്ങനെ ഇരിക്കും. അല്ലാത്തവരെന്നും LKG അമ്പലത്തിൽ പോവും, കുളിച്ചു തൊഴും, പ്രാർത്ഥിക്കും, ദേ പോന്നു, കഴിഞ്ഞു അവരുടെ ഭക്തി. മറ്റുള്ളവരങ്ങനെയല്ല. എവിടെയാ ഇനി സത്സംഗം ഉള്ളത്? കുറേ കാലമായില്ലേ ജോലി ചെയ്യണു, ഇനി ഇതൊക്കെ മതി എന്ന് കരുതി ഓരോ സത്സംഗവേദികളിലും എത്തിപ്പെടും. അല്ലെങ്കിൽ ഭഗവാൻ അവരെ അങ്ങോട്ട് എത്തിക്കും. ഭട്ടേരിപ്പാട് എന്താ പറയുന്നേന്നോ ഈ ശ്ലോകത്തിലൂടെ? ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ഭക്തനാവാനാണ് ഹേ ഗുരുവായൂരപ്പ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന്. നമ്മൾക്കെല്ലാവർക്കും അങ്ങനെയുള്ള ഭക്തന്മാരാവാൻ കഴിയട്ടെ. ഭഗവാന്റെ ആ വേണുഗോപാല രൂപം നമ്മൾക്കെല്ലാവർക്കും കാണാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ.